മലയാള സിനിമാ മേഖലയിലെ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് എത്തുകയാണോ? മാർച്ച് 25-നു ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ഫിലിം ചേംബറിന്റെ അനുമതി വേണമെന്ന നിർദ്ദേശം സിനിമാ മേഖലയെ എങ്ങനെ ബാധിക്കും? ചേംബറിന്റെ അനുമതിക്ക് ശേഷമേ കരാർ ഒപ്പിടാവൂ എന്ന് സംഘടനകൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ നീക്കം മോഹൻലാൽ ചിത്രമായ എമ്പുരാനെ ലക്ഷ്യം വെച്ചാണോ എന്നാണ് ആരോപണമുയരുന്നത്. എന്നാൽ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ FB പോസ്റ്റ് പിൻവലിച്ച സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോകാൻ ഇനി സാധ്യത നിലനിൽക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അതേസമയം എമ്പുരാനെതിരെ ഒരു തരത്തിലുള്ള പ്രതികാര നടപടിക്കും ഇല്ല എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഇതിനിടയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലും സുരേഷ് കുമാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ്. മോഹൻലാലും സുരേഷ് കുമാറും രണ്ടു വഴിക്ക് പോകുന്നു എന്നതാണ് ഈ വിവാദത്തിന്റെ പ്രത്യേകത. കുട്ടിക്കാലം മുതൽ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് കുമാർ. ഒരുമിച്ച് പഠിച്ചവർ. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് മോഹൻലാലിന്റെ അതിവിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം തള്ളിപ്പറഞ്ഞത്. മലയാള സിനിമയിൽ നടന്മാർ ഒരു ഭാഗത്തും മറ്റുള്ളവർ എതിർചേരിയിലും എത്താൻ സാധ്യത ഇതോടുകൂടി കൂടുതലാണ്. അതിനിടെ പ്രശ്നപരിഹാരത്തിന് ചില മുതിർന്ന സംവിധായകരും നടന്മാരും നീക്കം തുടങ്ങിയിട്ടുണ്ട്. ബാല്യകാല സുഹൃത്തുക്കളായ മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള വേർപിരിയൽ സിനിമാ സംഘടനകളെ എല്ലാം ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. മോഹൻലാലിന് എല്ലാ സംഘടനയിലും സ്വാധീനം ചെലുത്താൻ കഴിയും. അതേസമയം സാങ്കേതിക പ്രവർത്തകരുടെ നിലപാടും ഇതിൽ നിർണായകമാണ്. ഇവർ ആരുടെ കൂടെ നിൽക്കും എന്നതാണ് ഇനിയുള്ള കാര്യം. നിർമ്മാതാക്കളുടെ സംഘടനയിൽ പിളർപ്പിന് സാധ്യതയും കൂടുതലാണ്. അതേസമയം മലയാള സിനിമയിൽ നടന്മാരായ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയ്ക്ക് സാധ്യത ഏറെയാണ്. താരസംഘടനയായ അമ്മ ഒറ്റക്കെട്ടായി ഈ വിഷയങ്ങളെ നേരിടും. ഈ സാഹചര്യത്തിൽ മോളിവുഡിൽ ഇനി എന്ത് സംഭവിക്കാം എന്നതാണ് ഇനി കണ്ടിരിക്കേണ്ട കാര്യം. മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണുള്ളതെന്നുമായിരുന്നു നിർമ്മാതാക്കൾ നടത്തിയ പ്രസ് മീറ്റിൽ വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ പറഞ്ഞത്. നടന്മാരായിട്ടല്ല, സർക്കാരിനെതിരെയാണ് തങ്ങളുടെ സമരമെന്നും സുരേഷ് കുമാർ പറഞ്ഞു. തിയേറ്ററുകൾ വലിയ നഷ്ടത്തിലാണ് പോകുന്നത്. പോപ്കോൺ വിറ്റുകിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് തിയേറ്ററുകൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഒപ്പം മോഹൻലാൽ സിനിമയായ എമ്പുരാന്റെ ബഡ്ജറ്റിനെക്കുറിച്ചും സുരേഷ് കുമാർ പരാമർശം നടത്തിയിരുന്നു. ഇതിനോട് പ്രതികരിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുകയായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.